വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമായി. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും ഇന്നുച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവെച്ചു. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാതെ ചർച്ചയ്ക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് പ്രതിപക്ഷം. ഇതിനിടെ ഭരണപക്ഷ അംഗങ്ങളും മുദ്രാവാക്യം വിളിയുമായി രംഗത്ത് വന്നു. आप अगर प्रश्नकाल नहीं चलाना चाहते, प्रश्नकाल माननीय सदस्यों का सबसे महत्वपूर्ण समय होता है। बहुत कड़े कदम उठाते हुए देश को बताया कि जुडिशियल फास्ट ट्रैक कोर्ट भी बनाने के लिए, ताकि कोई भी देश में पेपर लीक का घटना होता है तो करीब लेना जो है एजुकेशन मिनिस्टर का इस्तीफा होना चाहिए। चर्चा करने के लिए थे, चर्चा से भागे, चर्चा के लिए സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും എന്നാൽ ഉപാധികൾ അംഗീകരിക്കില്ല എന്നുമാണ് കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞത്. ये मांग किया है कि नीट पे चर्चा होना चाहिए। आज में पूरा एनडीए पार्टी की ओर से भी फिर से मांग किया है कि नीट पे चर्चा होना चाहिए। मुझे लगा कल खड़गे जी और बाकी ऑपोजिशन के कुछ नेताओं से मिल करके हमारा उम्मीद थोड़ा सा कायम हुआ था कि चर्चा हो सकता है क्या आज। तो कांग्रेस पार्टी ने कंडीशन लगाया। हमने ये अनुरोध किया कि चर्चा किस प्रकार से कितना लंबा चलेगा ये हम आपस में मिलकर तय करें, लेकिन कंडीशन मत लगाइए। कंडीशन लगाने से आपका जो इंटेंशन है वो ठीक नहीं है। बहुत कड़े कदम ആർ കിരൺ ബാബു വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. കിരൺ, സഭയ്ക്കകത്തും പുറത്തും പ്രതിഷേധം തുടരുകയാണ് നീറ്റ് വിഷയത്തിൽ. ഇതിൽ ചർച്ചയ്ക്കുള്ള സന്നദ്ധത കേന്ദ്ര സർക്കാർ അറിയിക്കുന്നു. അപ്പോൾ പോലും ഉപാധികൾ അംഗീകരിക്കില്ല എന്ന് വ്യക്തമാക്കുന്നുണ്ട് കിരൺ റിജിജു. ഇത് ചർച്ചയുടെ സാധ്യതകൾ പൂർണ്ണമായും അടയ്ക്കുകയാണോ? ഈ ഉപാധികൾ അംഗീകരിക്കാതെ ചർച്ചയില്ല എന്ന് CJP വ്യക്തമാക്കിയിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഇനി മുന്നോട്ടുള്ള വഴി? രേണുക, ഡൽഹിയിൽ 3 തലത്തിലായി സമരങ്ങൾ നടക്കുകയാണെന്ന്. ഒന്ന് ജന്തർ മന്ദറിലാണ്. ജന്തർ മന്ദറിൽ CJPയുടെ നേതൃത്വത്തിലുള്ള സമരം ഇപ്പോഴും ആയിരക്കണക്കിന് വരുന്ന രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ചെറുപ്പക്കാർ അവിടെ തടിച്ചുകൂടിക്കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ അവിടെ ആളുകളുടെ എണ്ണത്തിൽ കുറവില്ല എന്ന് മാത്രമല്ല, ഓരോ ദിവസവും ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. ആ പ്രതിഷേധം അതിശക്തമായി തന്നെ നീങ്ങുകയാണ്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിവിധ മേഖലയിലുള്ള ആളുകൾ പലതരത്തിൽ ഐക്യദാർഢ്യ പ്രഖ്യാപനവുമായി എത്തുന്നു. ഇന്ന് കേരളത്തിലടക്കം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള സമരങ്ങളുമൊക്കെ ഇന്ന് പല സമയങ്ങളിലായി വൈകുന്നേരമൊക്കെയായി നടക്കുന്നു. രണ്ടാമത്തത് പാർലമെന്റിന് ഉള്ളിലാണ്. പാർലമെന്റിനുള്ളിൽ ഇന്ന് സഭ ആരംഭിച്ചപ്പോൾ തന്നെ രാജ്യസഭയിലും ലോക്സഭയിലും പ്രതിപക്ഷം അതിശക്തമായി തന്നെ പ്രതിഷേധം ഉയർത്തിയിരുന്നു. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം, ഒപ്പം യുവാക്കൾക്ക് നേരെ നടത്തിയ പോലീസിന്റെ ക്രൂരമായ നടപടികൾ, ഇതിൽ ചർച്ച ചെയ്യണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് രാവിലെ മുതൽ സഭ നിർത്തിവെച്ച് ഈ വിഷയം ചർച്ച ചെയ്യണം എന്നാണ് ഉന്നയിച്ച് നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ രാജ്യസഭയിലും ലോക്സഭയിലും നൽകിയ മറുപടി, രാജ്യസഭയിൽ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു നൽകിയ മറുപടി ചർച്ച ചെയ്യാൻ തയ്യാറാണ്, പക്ഷേ ഒരു ഉപാധിയും അംഗീകരിക്കില്ല എന്നുള്ളതായിരുന്നു. ഇതിന് മറുപടിയായി രാജ്യസഭയിൽ കോൺഗ്രസിന്റെ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പറഞ്ഞത് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ല, രാജിവെക്കാതെ ഈ വിഷയം ചർച്ച ചെയ്തതിൽ അർത്ഥമില്ല എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത്. തുടർന്ന് രാവിലെ 11 മണിക്ക് സഭ കൂടി 12 മണി വരെ നിർത്തിവെച്ചു. 12 മണിക്ക് വീണ്ടും സഭ ചേർന്നു. വീണ്ടും പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് 2 മണി വരെ ഇരു സഭകളും നിർത്തിവെച്ചിരിക്കുകയാണ്. മറ്റൊന്ന് പാർലമെന്റ് വളപ്പിനുള്ളിൽ സഭയ്ക്ക് പുറത്ത് നടക്കുന്ന സമരമാണ്. എംപിമാർ സാധാരണഗതിയിൽ ഇന്നലെയൊക്കെ പ്രതിപക്ഷ എംപിമാരാകെ അവിടെ തടിച്ചുകൂടി മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധം അറിയിച്ചിരുന്നു. ഇന്ന് അങ്ങനെ തടിച്ചുകൂടി പ്രതിഷേധം അറിയിക്കുമ്പോൾ മറുഭാഗത്ത് മകരദ്വാരത്തിൽ ഭരണപക്ഷ എംപിമാരും തടിച്ചുകൂടി മുദ്രാവാക്യം വിളിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. പരസ്പരം മുദ്രാവാക്യം കൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടുന്ന ഒരവസ്ഥ, കായികമായിട്ടല്ല മുദ്രാവാക്യം കൊണ്ട് ഏറ്റുമുട്ടുന്ന ഒരവസ്ഥയും ഒക്കെയും ഇന്ന് ഉണ്ടായി. ആ തരത്തിലേക്ക് ഇന്നലെ കേരളത്തിൽ എങ്ങനെയാണോ KPCC ആസ്ഥാനത്തേക്ക് BJP സമരം നടത്തിയ അതേ മട്ടിൽ ഭരണപക്ഷവും തിരിച്ചു ഒരു സമരത്തിലേക്ക് നീങ്ങുന്നു. സാധാരണ രീതിയിൽ അതിനെ നേരിടാൻ തന്നെയാണ് തീരുമാനം. ഉപാധികൾ
അംഗീകരിക്കില്ല എന്ന് പറയുമ്പോൾ കോൺഗ്രസ് ഇന്നലെ വെച്ച പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധി ഒന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്നുള്ളതായിരുന്നു. രണ്ടാമത്തെ പ്രധാന ഉപാധി ഇപ്പോൾ നടന്ന പോലീസ് നടപടിയിൽ പ്രധാനമന്ത്രി ഖേദം പ്രകടിപ്പിക്കുക, മാപ്പ് പറയുക എന്നുള്ളതായിരുന്നു. ഇത് രണ്ടും എന്തായാലും ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. മറ്റ് സമരക്കാർക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കുക, ഇതിൽ മരണമടഞ്ഞ കുട്ടികൾക്ക് നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ സോനം വാങ്ചുക്കും അതോടൊപ്പം തന്നെ CJPയും ഒക്കെ ഉന്നയിച്ച ആവശ്യങ്ങൾ ഇപ്പോഴും സർക്കാരിന് മുന്നിലാണ്. സർക്കാർ CJPയുമായി ചർച്ച ചെയ്യാം എന്നുള്ളൊരു നിർദ്ദേശം കഴിഞ്ഞ ദിവസം മുന്നോട്ട് വെച്ചിരുന്നു. ഇന്നും CJPയുടെ വക്താക്കൾ ആവർത്തിച്ച് ആവശ്യപ്പെട്ടത് ഒന്നുകിൽ ഞങ്ങൾ ഏതെങ്കിലും മന്ത്രിമാരുടെ ഓഫീസിൽ പോയി ചർച്ചയ്ക്കില്ല, ഒന്നുകിൽ നിങ്ങൾക്ക് സമരത്തിനായി ജന്തർ മന്ദറിലേക്ക് വരാം, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബ് പോലെ ജന്തർ മന്ദറിനും പാർലമെന്റിനും ഇടയിൽ നിൽക്കുന്ന നിഷ്പക്ഷമായ മറ്റൊരു വേദി. നിഷ്പക്ഷമായ വേദി എന്നൊക്കെ പറയുമ്പോൾ തന്നെ അത് സ്പീക്കറുടെ കീഴിലുള്ള വേദിയാണ്. പക്ഷേ അവിടെ ചർച്ച ഒരു മന്ത്രിയുടെ ഓഫീസിലേക്ക് പോകാൻ ഞങ്ങളില്ല എന്നുള്ള നിലപാടിലാണ്. അങ്ങനെയാണെങ്കിൽ ചർച്ചയ്ക്ക് പിന്നീട് എന്താണ്, അത് അംഗീകരിക്കുന്നോ ഇല്ലയോ എന്നുള്ളൊരു നിലപാട് കേന്ദ്ര സർക്കാർ ഇതുവരെയും അതിന് മറുപടി നൽകിയിട്ടില്ല. എന്തായാലും ഇപ്പോൾ പാർലമെന്റ് പുറത്തും പാർലമെന്റിന്റെ വളപ്പിനുള്ളിൽ MP-മാരും പാർലമെന്റ് പുറത്ത് ചെറുപ്പക്കാരുടെയും സമരം തുടരുകയാണ്. കിരൺ, ഈ വിഷയത്തിൽ പ്രതിപക്ഷം കൂടി നിരത്തിലിറങ്ങിയതോടുകൂടി അനുനയത്തിന്റെ പാതയിലായിരുന്നു കേന്ദ്ര സർക്കാർ എന്ന് തോന്നിപ്പിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് മനസ്സിലാകുന്നു. ഈ സോനം വാങ്ചുക്കും CJPയുമായൊക്കെ ഉണ്ടായിട്ടുള്ള അഭിപ്രായ ഭിന്നത ആ നിലയിൽ ഒരു നിലപാടെടുക്കാൻ കേന്ദ്ര സർക്കാരിനെ പ്രേരിപ്പിക്കുന്നുണ്ടോ? മന്ത്രിയുടെ രാജി എന്ന ആവശ്യം മാറ്റി നിർത്തി ഈ ഇരകൾക്ക്, ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകിക്കൊണ്ടുള്ളൊരു പരിഹാരം എന്നത് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നുണ്ടോ? അങ്ങനെയൊക്കെ ചില റിപ്പോർട്ടുകൾ വരുന്നു. അങ്ങനെയുള്ള അനുനയിപ്പിക്കൽ നീക്കങ്ങൾക്ക് കേന്ദ്ര സർക്കാർ മുതിരുന്നു എന്ന്. രേണുക, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഇത് സമീപകാലത്തുണ്ടായിട്ടുള്ള സമരങ്ങളിൽ നിന്നും സമാനതകളില്ലാത്ത ഒരു സമരമാണ്. ഇപ്പോൾ കർഷക സമരമാണ് ഇതിനു മുമ്പ് ഉണ്ടായത്. പക്ഷേ കർഷക സമരങ്ങൾക്ക് നിശ്ചിതമായ ഒരു സംഘടിത രൂപം, ആ സംഘടനകളുടെ അങ്ങനെ ഒരു കമ്മിറ്റി, ആ കമ്മിറ്റിയുടെ തീരുമാനം ആ തരത്തിലേക്ക് ഉണ്ടായിരുന്നു. ഇത് CJP എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയ്ക്ക് അങ്ങനെ ഒരു നിശ്ചിതമായ രൂപമില്ല. അതുകൊണ്ട് തന്നെ ഇതിനിടയിൽ സോനം വാങ്ചുക്ക് സമരത്തിന് പിന്തുണയുമായി വരുന്നു, അവിടെ നിരാഹാരം ഇരിക്കുന്നു. സോനം വാങ്ചുക്കും CJPയുടെ അഭിപ്രായവുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെന്ന് ചില സൂചനകൾ അങ്ങനെയൊക്കെ പുറത്തു വരുന്നു. ഇന്ത്യ മുന്നണിക്കകത്ത് തന്നെ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നു. അപ്പോൾ ആ തരത്തിൽ ഭിന്നതകൾ പുറത്തു കൊണ്ടുവന്ന ആ ഭിന്നതകളിലൂടെ ഈ സമരത്തിന്റെ ശക്തി കുറയ്ക്കുക എന്നുള്ള ഒരു തന്ത്രം കൂടി കേന്ദ്ര സർക്കാർ ഉപയോഗിച്ചിരുന്നു. പക്ഷേ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് സമര ആവശ്യങ്ങൾക്ക് കൂടുതൽ പിന്തുണയേറുന്നതോടുകൂടി അത്തരത്തിലേക്കുള്ള നീക്കങ്ങൾ തൽക്കാലം നടക്കുന്നില്ല എന്നുള്ള അവസ്ഥയാണ് നിൽക്കുന്നത്. സമരക്കാർ ഏതെങ്കിലും തരത്തിലൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായല്ല. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചാൽ മതിയാവൂ എന്നുള്ള നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അങ്ങനെ ധർമ്മേന്ദ്ര പ്രധാനെ പോലെ ഒരു നേതാവിനെ അങ്ങനെ കൈവിട്ട് കളയാൻ പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കഴിയില്ല. ധർമ്മേന്ദ്ര പ്രധാൻ ബേസിക്കലായി BJP നേതാവ് എന്നതിനപ്പുറത്തേക്ക് RSSന്റെ നേതാവ് കൂടിയാണ് ധർമ്മേന്ദ്ര പ്രധാൻ. ഒറീസ പോലെ ഒരു സംസ്ഥാനത്ത് ബജ്രംഗ് ദൾ പോലെ ഒരു സംഘടനയുടെ ചുമതലയുണ്ടായിരുന്ന ആളാണ്. എല്ലാ കാലത്തും ഒറീസ BJPക്ക് സ്വന്തമായി അധികാരം പിടിക്കാൻ കഴിയാതിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു. ബിജു ജനതാദളിന്റെ നേതൃത്വത്തിൽ അതിശക്തമായ രീതിയിൽ ബിജു ജനതാദൾ തീരുമാനിക്കുന്നതിനപ്പുറത്തേക്ക് അവിടെ ഒരു നിയമസഭയിലേക്കാളും ലോക്സഭയിലേക്കാളും അത്തരം ഒരു ആധിപത്യം BJPക്ക് ഒരിക്കലും ഉണ്ടായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 21-ൽ 20 സീറ്റുകളും നേടിയത് BJPയാണ്. നമ്മൾ ആലോചിക്കണം, കഴിഞ്ഞ NDAയുടെ ഭൂരിപക്ഷം 20 സീറ്റുകൾ മാത്രമായിരുന്നു. അങ്ങനെ ഈ സീറ്റ് വിജയം ഉറപ്പിക്കുന്നതിൽ ഏറ്റവും നിർണായകമായ പങ്കുവച്ച് സംസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലക്കാരൻ കൂടിയാണ് ധർമ്മേന്ദ്ര പ്രധാൻ. അങ്ങനെയുള്ള ഒരു RSS നേതാവിനെ അങ്ങനെ കൈവിടാൻ പെട്ടെന്ന് നരേന്ദ്രമോദിക്കോ BJP സർക്കാരിനോ കഴിയില്ല. അതുകൊണ്ട് തന്നെ അത് അംഗീകരിച്ചുകൊണ്ടുള്ള ഏതെങ്കിലും തരത്തിലൊരു ചർച്ചയ്ക്ക് പോകാൻ നിലവിൽ സാധ്യത കുറവാണെന്ന് തന്നെയാണ് കാണുന്നത്. രണ്ടാമത് നരേന്ദ്രമോദി ഖേദം പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. അതിനും എന്തായാലും നരേന്ദ്രമോദി തയ്യാറാവും എന്ന് തോന്നുന്നില്ല. തൽക്കാലം ഇപ്പോൾ ഡെഡ് ലോക്കിൽ തന്നെ നിൽക്കുകയാണ്. ഇനി ഒന്നുകിൽ സമരക്കാർ അവരുടെ ആവശ്യത്തിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ ചില ഇളവുകൾക്ക് തയ്യാറാവണം, അല്ലെങ്കിൽ സർക്കാർ അല്പം പിന്നോട്ട് പോകാൻ തയ്യാറാവണം. ആ അവസ്ഥയിലാണ് ഇപ്പോൾ സമരം നിൽക്കുന്നത്. അല്ലെങ്കിൽ സമരത്തിന് ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത് പോലെ സമരം സംഘടിപ്പിക്കുന്ന സംഘടനകൾ തമ്മിൽ ഏതെങ്കിലും തരത്തിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ അത്തരം വ്യത്യാസങ്ങൾ ഉണ്ടാവുകയോ ചെയ്യുകയാണെങ്കിൽ സമരം ദുർബലമാവുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. എന്തായാലും ഇപ്പോൾ നിൽക്കുന്നത് രണ്ടു കൂട്ടരും അവരുടെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുകയാണ്. അതിൽ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു CJPയും ഒപ്പം തന്നെ സർക്കാരും എന്നതാണ് സാഹചര്യം. കിരൺ, ഈ വിഷയത്തിൽ പ്രധാനമന്ത്രി മാപ്പ് പറയണമെന്നൊരു ആവശ്യം ഉയർന്നിരുന്നു. ഈ വിഷയത്തിൽ ആദ്യമായി പ്രധാനമന്ത്രിയുടെ പ്രതികരണം ഇന്ന് വന്നിരിക്കുന്നു എന്നൊരു സാഹചര്യം കൂടിയുണ്ടല്ലോ. യുവാക്കളാണ് എല്ലാം എന്ന് പ്രധാനമന്ത്രി പറയുന്നു. ഈ സംഭവത്തിൽ നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടിയുണ്ടാകും, അതിന് ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ ഉൾപ്പെടെ വിചാരണ വേഗത്തിലാക്കാൻ ഉണ്ടാകും എന്നൊരു ഉറപ്പ് പ്രധാനമന്ത്രി നൽകുമ്പോൾ CJP എങ്ങനെയാണ് ആ ഉറപ്പിനെ കാണുന്നത്? രേണുക, ഇതെല്ലാം ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രം നിൽക്കുന്ന ഒരു നടപടി മാത്രമാണ്. എവിടെ എന്ത് പ്രശ്നമുണ്ടായാലും അതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അവർക്കെതിരെ നടപടി സ്വീകരിക്കാം. പക്ഷേ അങ്ങനെ ഒരു ആവശ്യമല്ല ഉന്നയിച്ചിരിക്കുന്നത്. CJP നേരത്തെ തന്നെ ഉന്നയിച്ചിരിക്കുന്നത് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയാണ്. നീറ്റ് UG പരീക്ഷ അടക്കം UGC നെറ്റ് പരീക്ഷ അടക്കമുള്ള പ്രധാനപ്പെട്ട പരീക്ഷകളിലെ ചോദ്യപേപ്പർ ചോർച്ച, ഇതുമൂലമുണ്ടായിരിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികൾക്കുണ്ടായിരിക്കുന്ന വലിയ മാനസിക പ്രയാസങ്ങൾ നമുക്കറിയാം. ഈ നീറ്റ് UG പരീക്ഷയ്ക്കൊക്കെ പല കുട്ടികളും ചില കുട്ടികളൊക്കെ 8ാം ക്ലാസ് 5ാം ക്ലാസ് മുതൽ
പരിശീലനം തുടങ്ങുന്ന കുട്ടികളുണ്ട്. 2-3 വർഷമൊക്കെ തുടർച്ചയായിട്ട് അവരുടെ +1 +2 കാലത്തിലൊക്കെ അവർ പരിശീലനം നേടി. അതിനുശേഷം ചിലപ്പോൾ 1 വർഷം 1-2 വർഷമൊക്കെ എടുത്ത് അവർ തീവ്രമായ പരിശീലനം, അങ്ങനെ ആ കുട്ടികൾ മാത്രമല്ല കുട്ടികളുടെ രക്ഷകർത്താക്കൾ കൂടി എല്ലാവരും ചേരുന്ന ഒരു വലിയ അങ്ങനെ ആ കുട്ടികൾ അവരുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട പലതും കളഞ്ഞിട്ട് അല്ലെങ്കിൽ അതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഒരു പരീക്ഷയുടെ വിജയത്തിന് വേണ്ടി പരിശ്രമിക്കുകയാണ്. അപ്പോൾ ആ കുട്ടികൾ പ്രതീക്ഷിക്കുന്നത് ന്യായമായി ഞങ്ങൾ പരീക്ഷ നന്നായിട്ട് എഴുതി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആ പരീക്ഷയിൽ വിജയിക്കാൻ കഴിയും. ആ പരീക്ഷയുടെ സുതാര്യത അത് നഷ്ടപ്പെട്ടു പോകുമെന്ന് പറയുമ്പോൾ മാനസികമായി കുട്ടികൾക്കുണ്ടാകുന്ന ഒരു പ്രയാസം. ഇതാണ് പ്രധാനമായും ഈ സമരത്തിൻ്റെ ഒരു തീവ്രത വർദ്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം. അവിടെ ഇതിന് ഉത്തരവാദിയായിരിക്കുന്നത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുക എന്നുള്ളത് തന്നെയാണ് ആവശ്യം. ആ ആവശ്യത്തിൽ നിലവിൽ ഏതെങ്കിലും തരത്തിൽ പിന്നോട്ട് പോകാൻ CJP തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല CJPയുടെ നിലപാടിലേക്ക് മറ്റൊരു ഒത്തുതീർപ്പിനും അവർ തയ്യാറല്ല എന്ന നിലപാടിൽ തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതല്ലാതെ ഇപ്പോൾ നിലവിൽ സർക്കാരിന് മുന്നിൽ മറ്റൊരു മാർഗമില്ല. എന്തായാലും സർക്കാർ അങ്ങനെ ഒരു മാർഗം അംഗീകരിക്കാനും തയ്യാറല്ല. വാർത്തയുടെ വിശദമായ വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.